ശ്രീരാമചന്ദ്രൻ യുദ്ധം ചെയ്ത് അല്പമൊന്ന് തളർന്ന ചിന്തയോടുകൂടി നിൽക്കുന്നതും, രാവണൻ തൻ്റെ ആലസ്യമെല്ലാം തീർത്ത് യുദ്ധസന്നദ്ധനായി രാമന്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്നതും ആകാശമാർഗത്തിലുള്ള ദേവഗണങ്ങളെല്ലാം കണ്ടു. പെട്ടെന്ന് തന്നെ ഭഗവാൻ അഗസ്ത്യൻ ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് ചെന്ന് രാമനോട് പറഞ്ഞു, അല്ലയോ രാമ, മഹാബാഹുവായിട്ടുള്ള അവിടത്തേക്ക് സനാതനവും അത്യന്ത രഹസ്യവുമായ ഒരു മന്ത്രത്തെ ഞാൻ ഉപദേശിക്കാം. സർവശത്രുവിനാശത്തിനും ഈ മന്ത്രം ഉണ്ണി അവിടത്തെ സഹായിക്കും. ശത്രുക്കളെയെല്ലാം ഈ യുദ്ധത്തിൽ ഉണ്ണിക്ക് വിജയിക്കുവാൻ സാധിക്കും. സകല രിപുനാശവും പുണ്യവർദ്ധകവും ജയപ്രദവും ഏറ്റവും അധികം ശുഭവും അനശ്വരവുമായ ആദിത്യഹൃദയ മന്ത്രമാണ് ഞാൻ ഉണ്ണിക്ക് ഉപദേശിക്കാൻ പോകുന്നത്. ആ ആദിത്യഹൃദയ മന്ത്രത്തെ നിത്യവും ഉണ്ണി ജപിക്കും. സർവമംഗളങ്ങളും വർദ്ധിപ്പിക്കുന്നതും സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതും ചിന്തയെയും ദുഃഖത്തെയും ഇല്ലാതാക്കുന്നതും ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും ഉത്തമോത്തമവുമായ ആദിത്യഹൃദയ മന്ത്രം ഒന്ന് കേൾക്കൂ. ആദിത്യഹൃദയ മന്ത്രത്തെ മനോഹരമായ രീതിയിൽ അഗസ്ത്യമാമുനി ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു. വാൽമീകി മഹർഷി അതിൻ്റെ ശ്ലോകത്തെ മനോഹരമായി തന്നെ വാൽമീകി രാമായണത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ഏതൊരു ശക്തിവിശേഷണമാണോ ഈ ഭൂമുഖത്തിന് പ്രകാശം കൊടുത്തുകൊണ്ട് ലോകത്തെ നിലനിർത്തുന്നത്, ആ ആദിത്യന്റെ ഹൃദയത്തെ കുറിച്ച് വാൽമീകി മഹർഷി പറഞ്ഞു. തേജസ്സേറിയ രശ്മികളോടുകൂടിയവനും ദിനം പ്രതി ഉദിക്കുന്നവനും ദേവാസുരന്മാർ എല്ലാവരും നമസ്കരിക്കുന്നവനും സ്വന്തം കിരണങ്ങളാൽ അത്യുജ്വലനും സകല ലോകങ്ങളുടെയും ഈശ്വരനുമായ ഭാസ്കരദേവനെ പൂജിക്കൂ രാമ. സർവദേവാത്മകനായിട്ടുള്ള ഈ തേജസ്വി രശ്മിഭാവനാണ്. അറിയേണ്ടതേതോ അത് വ്യക്തമാക്കുന്ന സത്യകിരണങ്ങളാൽ ദേവാസുര വൃന്ദങ്ങളെ സദാ രക്ഷിക്കുന്നത് മറ്റാരുമല്ല. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സ്കന്ദൻ, പ്രജാപതി, മഹേന്ദ്രൻ, കാലങ്ങൾ, യമൻ, ചന്ദ്രൻ, വരുണൻ, പിതൃക്കൾ, വസുക്കൾ, അശ്വിനീദേവന്മാർ, മരുത്തുക്കൾ, മനുക്കൾ, വായു, അഗ്നി, പ്രജകളുടെ മുഴുവൻ പ്രാണൻ, ഋതുകർത്താവ്, പ്രഭാകരൻ, ആദിത്യൻ, സവിതാവ്, സൂര്യൻ, ഖഗൻ, പൂഷാവ്, സുവർണ സദൃശൻ, ഭാനു, ഹിരണ്യ തേജസ്, ദിവാകരൻ, സഹസ്രരശ്മി, സപ്തി രശ്മിമാൻ തുടങ്ങി നക്ഷത്രങ്ങളും വിഗ്രഹങ്ങളും താരകങ്ങൾക്കും എന്നിവയ്ക്കെല്ലാം അധിപനാണ് സാക്ഷാൽ ആദിത്യൻ. സർവ തേജസ്സുകളെയും പ്രദാനം ചെയ്യുന്ന തേജസ്വി, ദ്വാദശ രൂപമാർന്ന ഭഗവാൻ. അങ്ങനെയുള്ള ഹേ ഭഗവാൻ, അവിടത്തെ ഞാനിതാ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദിത്യനെ പ്രകീർത്തിക്കുകയാണ്. അല്ലയോ ആദിത്യ ഭഗവാനെ, അവിടുന്ന് പ്രത്യക്ഷനായിത്തീരുന്ന ഉദയാദ്രിക്ക് വിനീതമായ നമസ്കാരം. അവിടുന്ന് തിരോധാനം ചെയ്യുന്ന അസ്തമന പർവ്വതത്തിന് വിനീതമായ നമസ്കാരം. സകല തേജോഗോളങ്ങളുടെയും അധിപനായ ദിനപതിക്ക് വിനീതമായ നമസ്കാരം. ജയസ്വരൂപനും മംഗളകാരകനും പച്ചവർണ്ണ കുതിരകളോടുകൂടിയവനുമായ അവിടത്തെ ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. സഹസ്രകിരണന് അങ്ങേയറ്റം നമസ്കാരം. ആദിത്യദേവന് നമസ്കാരം. ഉഗ്രനും വീരനും വ്യത്യസ്ത വർണ്ണ വിചിത്ര രൂപനുമായിട്ടുള്ള ഹേ ഭഗവാൻ, അവിടത്തെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഉത്തമ പുഷ്പങ്ങളായ താമരപ്പൂവിനെ ഉണർത്തുന്നവനും മാർത്താണ്ഡനുമായ അവിടത്തേക്ക് സവിനീതമായ നമസ്കാരം. ബ്രഹ്മേശ, അച്യുതേശ നമസ്കാരം. സൂര്യനായിക്കൊണ്ട്, ആദിത്യഭാസിനായിക്കൊണ്ട്, ചണ്ഡകിരണനായിക്കൊണ്ട്, സർവഭക്ഷകനായിക്കൊണ്ട് സാഷ്ടാംഗമിത ഞാനിതാ നമസ്കരിക്കുന്നു. രൗദ്രസ്വരൂപമാർന്ന അവിടത്തേക്ക് വിനീത നമസ്കാരം. അന്ധകാരനാശനായ ഹിമനാശക, ശത്രുഘ്ന, അമേയാത്മാവേ, കൃതഘ്നനാശന, സർവജ്യോതിസുകൾക്കും നാഥനായിട്ടുള്ള ദേവ, അവിടത്തേക്ക് വിനീതമായ സാഷ്ടാംഗ നമസ്കാരം. കനലിലിട്ട കനകം പോലെ രശ്മിയുള്ളവനെ, അഗ്നിസ്വരൂപനെ, വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നവനെ, അനശ്വര സത്യത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയാർന്നവനെ, അന്ധകാരത്തെ നശിപ്പിക്കുന്നവനെ, ലോകത്തിലുള്ള സർവത്തിനും സാക്ഷിയായിട്ടുള്ളവനെ, അവിടത്തെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഈ ലോകത്തെ മുഴുവൻ മുടിക്കുന്നത് അവിടുന്നാണ്. സൃഷ്ടിക്കുന്നതും മറ്റാരുമല്ല. രശ്മിജാലങ്ങൾക്ക് ചൂട് നൽകുന്നു, വരട്ടുന്നു, വർഷിക്കുന്നു.
നിദ്രാധീനരായ ജീവജാലങ്ങളുടെ അകത്ത് ഉണർന്നിരിക്കുന്നത് അവിടെന്നല്ലാതെ മറ്റാരുമല്ല. അവിടെന്നാണ് അഗ്നിഹോത്രം. അവിടുന്ന് തന്നെയാണ് അഗ്നിഹോത്രാദികളുടെ ഫലവും. വേദങ്ങളും യജ്ഞങ്ങളും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. യജ്ഞഫലങ്ങളും മറ്റാരുമല്ല. ഈ ലോകത്തിലുള്ള സർവകർമ്മങ്ങളുടെയും ഉത്ഭവസ്ഥാനം ആദിത്യ ഭഗവാനെ അവിടെന്നാണ്. എന്നിങ്ങനെ മനോഹരമായ ആദിത്യ ഹൃദയ മന്ത്രത്തെ ശ്രീരാമചന്ദ്രന് അഗസ്ത്യമാമുനി ഉപദേശിച്ചു. ഏതു തരത്തിലുള്ള കുഴപ്പങ്ങളിൽ, ആപത്തുകളിൽ, മഹാരണ്യമധ്യത്തിൽപ്പെട്ടുണ്ടാകുന്ന ഭയങ്ങളിൽ ആദിത്യ ഭഗവാനെ നമസ്കരിക്കുന്നവന് ഒരു തരത്തിലും വിഷമവും ഒരിക്കലും ഉണ്ടാകുകയില്ല. ദേവദേവനായ ആ ജഗൽപതിയെ ഏകാഗ്ര പൂജ്യനായി പൂജിക്കൂ രാമ. 3 പ്രാവശ്യം ഈ ആദിത്യ ഹൃദയ മന്ത്രം നല്ലപോലെ ശ്രദ്ധയോടെ മനസ്സിനെ ചലനരഹിതമായി കൊണ്ട് ജപിക്കൂ. ഈ ഘോര യുദ്ധത്തിൽ അങ്ങ് വിജയിക്കും. ഈ ക്ഷണത്തിൽ തന്നെ ലോകകണ്ടകനായ രാവണനെ മഹാബാഹുവായി അങ്ങേക്ക് നിഗ്രഹിക്കുവാൻ സാധിക്കും. ഇങ്ങനെ തൻ്റെതായിട്ടുള്ള കർമ്മം പൂർത്തീകരിച്ചുകൊണ്ട് ആദിത്യ ഹൃദയ മന്ത്രത്തെ രാമനെ ഓർമ്മപ്പെടുത്തിയ ഭഗവാൻ അഗസ്ത്യ ബ്രഹ്മർഷി വന്നതുപോലെ തന്നെ തൻ്റെ സ്വസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. ആദിത്യ ഹൃദയം കേട്ട ആ മഹാതേജോധാമം ദുഃഖങ്ങളെല്ലാം അകന്നുമാറി സന്തോഷ സ്വരൂപനായി തീർന്നു. ആത്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രൻ സന്തുഷ്ടചിത്തനായി. ഋഷീന്ദ്രവാക്യം മനസ്സിലാക്കി 3 പ്രാവശ്യം ആദിത്യ ഭഗവാനെ നമസ്കരിച്ചു, പൂജിച്ചു. ആ മന്ത്രത്തെ തൻ്റെ മനസ്സിലൂടെ ഉരുവിട്ടു. പരിശുദ്ധിയാർന്ന തൻ്റെ കോദണ്ഡമെടുത്തു. ആദിത്യദേവനെ കടാക്ഷിച്ച് ജപിച്ച അത്യാനന്ദത്തോടു കൂടിയിട്ടാണ് രാമൻ രാവണനെ നോക്കിയത്. യുദ്ധസന്നദ്ധനായി രാമൻ മുന്നോട്ടണഞ്ഞു. എത്ര വലിയ പോര് നടത്തിയിട്ടും എത്രമാത്രം പ്രധാന കർമ്മങ്ങൾ ചെയ്തിട്ടും രാവണ നിധനം ചെയ്യുമെന്ന് രാമൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അമ്പരമധ്യത്തിൽ അത്യന്ത ശോഭയാർന്നു നിൽക്കുന്ന ആദിത്യദേവന്റെ ഹൃദയം ഈ മന്ത്രം കേട്ടുകൊണ്ട് കുളിർത്തുപോയി. രോമാഞ്ചമുണ്ടായി സൂര്യഭഗവാന്. ശ്രീരാമചന്ദ്രനെ വിടർന്ന നേത്രങ്ങളോടെ കടാക്ഷിച്ചു, പൂപുഞ്ചിരി പൊഴിച്ചു സൂര്യദേവൻ. സകല ദേവന്മാരാലും ആവൃതനായിരിക്കുന്ന അർക്കദേവൻ നക്തഞ്ചരനാഥന്റെ വിനാശം കണ്ടറിഞ്ഞ് ലക്ഷ്മണാഗ്രജനായിട്ടുള്ള ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, ശ്രീരാമചന്ദ്ര, പതറേണ്ട, തുടർന്ന് യുദ്ധം ചെയ്തുകൊള്ളൂ. ശ്രീരാമചന്ദ്രന്റെ കൂരമ്പുകൾ ഏറ്റുകൊണ്ട് രാവണന്റെ കുതിരകളെല്ലാം തളർന്നു വീണു. രാവണന്റെ മാറത്തും നെറ്റിയിലും രാമബാണങ്ങൾ തുളച്ചു കയറി. രാവണൻ തളർന്നു തുടങ്ങി. ഉടനെ തന്നെ സാരഥി രാവണനെ പോർക്കളത്തിൽ നിന്ന് നീക്കിക്കൊണ്ടുപോയി മറ്റൊരിടത്ത് തേർ നിർത്തിക്കൊണ്ട് ശുശ്രൂഷിച്ചു. മന്ദമാരുതൻ വീശി തീർന്നപ്പോൾ തളർച്ചയെല്ലാം തീർന്ന രാവണൻ സുബോധത്തിലായി. കാലബല പ്രേരിതനായിട്ടുള്ള രാക്ഷസേന്ദ്രൻ താൻ യുദ്ധക്കളത്തിലല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കലങ്ങിയ കണ്ണുകളോടെ കോപം കൊണ്ട് തൻ്റെ സൂതനോട് ചോദിച്ചു, എടോ ദുരാത്മാവേ, ഒട്ടും തന്നെ വീര്യമില്ലാത്തവനെ, മഹാശക്തിയില്ലാത്തവനും ആണത്തമില്ലാത്തവനും സത്വഗുണ സമ്പന്നനുമല്ലാത്തവനും മഹാഭീരുത്വമുള്ളവനും നിസാരനും തേജസ്സിൻ്റെ അല്പം പോലും ഇല്ലാത്തവനും അസ്ത്രപ്രയോഗം യാതൊന്നും അറിയാത്തവനും മായാപ്രയോഗങ്ങളിൽ അസമർത്ഥനുമായ ഒരുവനെ പോലെ നീ എന്നെ കണക്കാക്കിയിട്ടാണോ ഈ താന്തോന്നിത്തം ചെയ്തത്? തന്നെ യുദ്ധക്കളത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോയി മറ്റൊരിടത്ത് നിന്ന് ശുശ്രൂഷിച്ചത് രാവണനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിഷമകരമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം കോപത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ചെയ്ത സൂതനോട് രാവണൻ സംസാരിക്കുവാൻ തുടങ്ങിയത്. എൻ്റെ അഭിപ്രായം പോലും ചോദിക്കാതെ, എന്നെ ഒട്ടും തന്നെ കണക്കാക്കാതെ ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് രഥം മാറ്റി നിർത്തിയത് എന്തിനായിരുന്നു? അനേക കാലം കൊണ്ട് ഞാൻ സമാർജിച്ച കീർത്തിയും തേജസ്സും വീര്യവും നീ ഇന്ന് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നിലുണ്ടായിരുന്ന വിശ്വാസം ഇതാ പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഹേ ദുഷ്ടാത്മാവേ, അജ്ഞതയാൽ ഈ തേര് എന്തിനാണ് നീ പിന്നോട്ട് തെളിച്ചത്? അതിവേഗത്തിൽ തേർ മുന്നോട്ട് തിരിക്കൂ. വൈരിയായ രാമൻ പോകുന്നതിന് മുൻപ് അവിടെ എത്തണം. എൻ്റെ ഒന്നിച്ച് താമസിച്ച് ജീവിതം കഴിച്ചവനാണ് നീയെങ്കിൽ, അല്പമെങ്കിലും സ്നേഹമോ ഭക്തിയോ എന്നിലുണ്ടെങ്കിൽ ഇനിയെങ്കിലും തേർ വേഗത്തിൽ രാമന്റെ നേർക്ക് തെളിക്കുക.
ആലോചനാരഹിതനായി ബുദ്ധിശൂന്യനായ ഒരുവനെ പോലെ ഇങ്ങനെ തന്നെ വഴക്കു പറയുന്ന രാവണനോട് ഹിതവും അനുനയവും ചേർന്ന നല്ല വാക്കുകൾ കൊണ്ട് സാരഥി മറുപടി പറയുവാൻ തുടങ്ങി. സാരഥി പറഞ്ഞു, പ്രഭോ, ഭയപ്പെട്ടിട്ടോ അറിവില്ലാഞ്ഞിട്ടോ വൈരിയുടെ അധീനത്തിലായിട്ടോ അങ്ങയോട് സ്നേഹമില്ലാഞ്ഞിട്ടോ എനിക്ക് തെറ്റുപറ്റിയിട്ടോ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കാഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഈ ചെയ്തത് എന്നങ്ങ് മനസ്സിലാക്കണം. നേരെ മറിച്ച് തിരുമേനിയുടെ നന്മയ്ക്കും കീർത്തിക്കും വേണ്ടി സ്നേഹാർദ്ര ചിത്തനായി ഹിതമായ കാര്യം അപ്രിയമെന്ന പോലെ ഞാൻ ചെയ്തതാണ് എന്ന് ദയവായി അങ്ങ് മനസ്സിലാക്കുക. പ്രഭോ, വെറുമൊരു അനാര്യനെ പോലെ അവിടുന്ന് അടിയനെ കുറ്റപ്പെടുത്തരുത്. പോർക്കളത്തിൽ നിന്ന് തേർ പിന്തിരിപ്പിക്കാനുള്ള കാരണം ഞാൻ പറയാം. അത്യുഗ്രമായ പോരിൽ അങ്ങേക്ക് തളർച്ച വന്നത് ഞാൻ മനസ്സിലാക്കി. വീര്യം കൊണ്ടുള്ള ഭാവം അങ്ങയുടെ മുഖത്ത് നിന്ന് മറഞ്ഞത് ഞാൻ കണ്ടു. തിരുമേനിക്ക് യുദ്ധത്തിൽ കയറ്റം ചുരുങ്ങി പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചു. ഈ പള്ളിത്തേരിലെ കുതിരകൾ ഓടിത്തളർന്ന് വിയർത്ത് മഴയേറ്റ പശുക്കളെ പോലെ ആയതും ഞാൻ ശ്രദ്ധിച്ചു. ഏതെല്ലാം നിമിത്തങ്ങളാണോ അവിടെ ഉണ്ടായിട്ടുള്ളത് അതിൽ മിക്കതും അടിയൻ ഞാൻ കണ്ടത് അങ്ങയിൽ പ്രതികൂലമായിട്ടാണ്. അതുകൊണ്ട് അല്പം വിശ്രമം അങ്ങേക്ക് വേണം. ഈ തേർക്കുതിരകളുടെ കൊടും തളർച്ചയും തീർക്കണം. അതിനു തക്ക കൃത്യമാണ് ഞാൻ ചെയ്തത്. താന്തോന്നിത്തമാണ് ഞാൻ ചെയ്തത് എന്നങ്ങ് ഒരിക്കലും പറയരുത്. തിരുമേനിയിലുള്ള അപാരമായ സ്നേഹം കൊണ്ട് മാത്രമാണ് തേര് ഞാനൊന്ന് പിന്മാറ്റി നിർത്തിയത്. അതുകൊണ്ട് അല്ലയോ തമ്പുരാനെ, ഏതൊന്നു തന്നെയും അങ്ങ് ആജ്ഞാപിച്ചാൽ അതേപോലെ ചെയ്യുന്നവനാണ് ഈ ഭൃത്യനായ ഞാൻ. അടിയന്റെ കടം വീട്ടുന്നതിനുള്ള ഏതൊന്നും ചെയ്യുവാൻ ഞാൻ ഇനിയും തയ്യാറാണ്, അങ്ങ് കൽപ്പിച്ചാലും. സാരഥിയുടെ മറുപടി രാവണനെ അതിരറ്റ് ആനന്ദിപ്പിച്ചു. രണോത്സുകനായിട്ടുള്ള രാക്ഷസവരൻ സൂതനെ പലതരത്തിലും അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ സാരഥി, അതിവേഗത്തിൽ തേർ തെളിക്കൂ. ഉടനെ രാമന്റെ അടുത്തെത്തണം. യുദ്ധത്തിൽ ശത്രുക്കളെ നിശേഷം നിഗ്രഹിക്കാതെ ഈ രാവണൻ പിന്മാറുകയില്ല. തൻ്റെ സന്തോഷത്തെ വ്യക്തമാക്കത്തക്ക വിധം അമൂല്യമായൊരു ഹസ്താഭരണം ആ രാക്ഷസേശ്വരൻ സൂതന് സമ്മാനിച്ചു. രാവണ നിർദ്ദേശമനുസരിച്ച് തേരാളി രഥം പിന്തിരിച്ചു തെളിച്ചു. വായുവേഗത്തിൽ കുതിരകൾ കുതിച്ചു. നിശാചരേന്ദ്രന്റെ ദിവ്യരഥം അല്പസമയത്തിനുള്ളിൽ യുദ്ധക്കളത്തിൽ പടയുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പുരോഭാഗത്തേക്ക് പാഞ്ഞു തുടങ്ങി. രാക്ഷസ സൈന്യങ്ങൾക്ക് ആനന്ദം നൽകുന്നതായിട്ടുള്ള രാവണരഥത്തെ സ്നേഹാധിക്യത്തോടെ സാരഥി തെളിച്ചു. വലിയ മാറ്റൊലി ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഉഗ്രനാദത്തോടെ വരുന്ന രാവണന്റെ തേരിനെ മാനവേശ്വരനായിട്ടുള്ള രാമൻ കണ്ടു. കറുത്ത തുരകങ്ങളെ പൂട്ടി ഉജ്ജ്വല തേജസാർന്ന് മിന്നൽ കൊടിയുടെ ശോഭയേന്തിയ വൻവാർമഴ വില്ലിനൊത്ത ചാപമെടുത്തു പേമാരി ചൊരിയുന്ന അമ്പുതജാലം പോലെ ശരവർഷം പൊഴിച്ചുകൊണ്ട് കാർക്കൊണ്ടൽ നിറമുള്ള ലങ്കേശ്വരന്റെ രഥം നേരിട്ട് വരുന്നത് കണ്ടപ്പോൾ വജ്രമേറ്റു പിളരുന്ന മാമലയുടെ സാന്ദ്രനാദത്തിൽ അർദ്ധചന്ദ്രനെ പോലെ വളഞ്ഞ വില്ലിൽ നിന്ന് ഞാണൊലി മുഴക്കിയ രാമൻ തൻ്റെ സാരഥിയായിട്ടുള്ള മാതലിയോട് പറഞ്ഞു, മാതലി, നോക്കൂ, അതിശക്തിയോടെ നേരിട്ട് വരുന്ന ശത്രുവിൻ്റെ തേരിനെ നോക്കൂ. ഇവൻ എത്ര വേഗത്തിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ആ വരുന്ന രഥത്തെ ഒട്ടും തന്നെ പിഴയ്ക്കാതെ നീയും രഥത്തെ മുന്നോട്ടെടുക്കുക. ശത്രുവിൻ്റെ തേരായി ഏറ്റുമുട്ടുക. ഉയരുന്ന കാറിനെ കാറ്റുകൊണ്ട് ഈ രഥത്തെ കാറ്റെങ്ങനെയാണോ ഉടയ്ക്കുന്നത് അതുപോലെ ആ രഥത്തെ ഞാൻ ഉടയ്ക്കട്ടെ. ഒട്ടും ആലസ്യമില്ലാതെ, പരിഭ്രമിക്കാതെ, മനസ്സു ചഞ്ചലമാകാതെ, കൺതെറ്റാതെ കടിഞ്ഞാൺ പിടിച്ച് രഥം പറത്തു. ഇന്ദ്രന്റെ തേർത്തെളിക്കുന്ന അങ്ങയോട് ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. എന്നാലും പോരിന് ഏകാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഞാൻ ഒരിക്കലും മാതലി അവിടത്തോട് ആജ്ഞാപിച്ചതല്ല. അമരനായകന്റെ സാരഥി ശ്രേഷ്ഠൻ ശ്രീരാമവാക്യം കേട്ട് അതിസന്തുഷ്ടനായി. ആ പള്ളിത്തേർ ഓടിച്ച് രാവണന്റെ തേര് ഇടതുഭാഗത്താക്കി. മാത്രമല്ല, ദേവവരരഥത്തിൽ നിന്ന് അത്യത്ഭുതജനകമായ പൊടിപടലമുയർന്ന് രാവണരഥത്തെ മൂടി.
തുടുതുടുത്ത കണ്ണുകൾ വട്ടത്തിൽ ചുഴറ്റി തുടങ്ങിയ നിശാചരൻ അസ്ത്രങ്ങൾ ഓരോന്നായി ആഞ്ഞെയ്യുവാൻ ആരംഭിച്ചു. അവന്റെ കയറ്റം സഹിക്കാതായപ്പോൾ കോപം കലർന്ന ശ്രീരാമൻ ഏറ്റവും ധൈര്യത്തോടെ ഊക്കേറിയ മഹേന്ദ്രചാപവും സൂര്യകിരണങ്ങൾ പോലെ തിളങ്ങുന്ന കെൽപ്പേറിയ ശരങ്ങളുമെല്ലാം എടുത്തു. അന്യോന്യം നിഗ്രഹിക്കുവാൻ അത്യാകാംക്ഷയോടെ ഉഗ്രസിംഹങ്ങൾ രണ്ടെണ്ണം പൊരുതുന്നത് പോലെ അവർ രണ്ടുപേരും പോർ തുടങ്ങി. ലോകത്തിലെല്ലാം ഭയമേകുന്ന ഒരു പോരാണ് പിന്നീട് നടന്നതെല്ലാം. ഉത്തമരഥങ്ങളിലിരുന്ന് രാമനും രാവണനും ക്രൂരമായ യുദ്ധം തുടങ്ങി. രാക്ഷസ വാനര സൈന്യങ്ങൾ ആയുധങ്ങളേന്തി അടുത്തുവെങ്കിലും ചിത്രം വരച്ചതുപോലെ ആ യുദ്ധം കണ്ടുകൊണ്ട് നിശ്ചലരായി നിൽക്കുകയാണ് അവരെല്ലാവരും ചെയ്തത്. മനുഷ്യകുലനാഥനും അസുരകുലനാഥനും രണ്ടുപേരും അമേയ ബലമാർന്നവരാണ്. അവരുടെ യുദ്ധം കണ്ടപ്പോൾ തന്നെ നേരിട്ട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന രാക്ഷസന്മാരും വാനരന്മാരും ചിത്രരൂപത്തിൽ തന്നെ ആ യുദ്ധത്തെ നോക്കി നിന്നു. അരിശം കൊണ്ട് അന്ധനായതുപോലെ രാവണൻ ശ്രീരാമചന്ദ്രന്റെ തേരിന്റെ കൊടിമരം മുറിക്കുവാൻ തന്റെ സായകം ആഞ്ഞെയ്തു. എന്നാൽ ദേവേന്ദ്രന്റെ തേരിന്റെ ധ്വജത്തിന്റെ അടുത്തെത്താതെ തന്നെ ശക്തിയേറിയ ആ ബാണജാലങ്ങൾ തേരിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ താഴെ പതിച്ചു. രോഷം കൊണ്ട് രക്തവർണ്ണ നേത്രങ്ങളോടുകൂടിയ സീതാപതിയായ രാമൻ പള്ളിവിൽ വലിച്ച് അതിക്രൂരമായൊരു സായകം രാവണധ്വജത്തിലേക്ക് നേരിട്ടയച്ചു. സ്വതേജസാൽ ജ്വലിച്ചുകൊണ്ട് വൻ പാമ്പിനെ പോലെ ദുസ്സഹമായ ആ രാമബാണം കൊടിമരം ഖണ്ഡിച്ച് ഭൂമിയിലേക്ക് ആഴ്ന്നുപോയി. അമേയമായ ദ്വന്ദ്വയുദ്ധമാണ് പിന്നീട് നടന്നത്. സകല ജീവരാശികളും വിസ്മയപരതന്ത്രരായി കണ്ണിമ വെട്ടാതെ നോക്കി. അവരുടെ വൻ തേരുകൾ നേരിട്ടേറ്റുമുട്ടുന്നു. തമ്മിലതീവമായി അവർ കോപിക്കുന്നു. അന്യോന്യം പരുക്കുകൾ വരുത്തുന്നു. ആ നിൽപ്പിൽ മിന്നിത്തുളങ്ങുന്നതും കൂർത്തുമൂർത്തതുമായ 4 ശരങ്ങൾ ശ്രീരാമൻ അയച്ചത് രാവണന്റെ അശ്വങ്ങളെ പിന്നോട്ട് നടത്തിച്ചു. കുതിരകൾ പിന്നോട്ട് നടക്കുന്നത് കണ്ട രാവണൻ ക്രോധം കൊണ്ട് വിറച്ചു. ബാണജാലങ്ങൾ പെട്ടെന്ന് തന്നെ രാമനെതിരെ തൂകുവാൻ തുടങ്ങി. എന്നാൽ എത്രമാത്രം ശരങ്ങൾ വന്നിട്ടും രഘുഭൂപതിക്ക് അല്പമെങ്കിലും വേദനയോ ഭാവഭേദമോ ഉണ്ടായില്ല. ഇടുത്തി വീഴുന്നത് പോലെയുള്ള ഇരമ്പലോടുകൂടി എത്തിയ ശരങ്ങൾ ഇന്ദ്രസൂതനായിട്ടുള്ള മാതലിയുടെ ശരീരത്തിലേക്കാണ് വന്നു ചേർന്നത്. എന്നാൽ ആ ക്രൂര ബാണങ്ങളേറ്റിട്ടും മാതലിക്ക് അല്പമെങ്കിലും വേദനയോ മുറിവോ തോന്നിയില്ല. എന്നാൽ ഇത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രന് വലിയ വിഷമം തോന്നി. മാതലിയിൽ അമ്പുകൾ കണ്ടപ്പോൾ ക്രോധം വന്നു രാമന്. ഘോരശരങ്ങളാൽ ഇന്ദ്രാരിയെ പിൻവാങ്ങിപ്പിച്ചു. ഈ യുദ്ധം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സർവതരത്തിലുള്ള ഉരകശ്രേഷ്ഠന്മാരും ഋഷിവര്യന്മാരുമെല്ലാം ലോകത്തിന് മംഗളമുണ്ടാകുവാൻ പ്രാർത്ഥന തുടങ്ങി. എല്ലാവരും യുദ്ധം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ഗോക്കൾക്കും വിപ്രന്മാർക്കും നന്മ വന്നു ചേരട്ടെ. ലോകത്തിന് മുഴുവൻ സുഖമുണ്ടായി തീരട്ടെ. ലോകം സുസ്ഥിരമായി നിലനിൽക്കട്ടെ. ഇങ്ങനെ ശ്രീരാമചന്ദ്രന്റെ യുദ്ധം കണ്ടുകൊണ്ട് നിന്ന രാവണ യുദ്ധം കണ്ടുകൊണ്ട് നിന്ന സർവരും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എല്ലാവരും ജപിച്ചുകൊണ്ട് ആ യുദ്ധത്തെ നിർനിമേഷരായി നോക്കി നിന്നു. അത്യുഗ്രവും രോമാഞ്ചജനകവുമായ രാമരാവണ യുദ്ധം കണ്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഗഗനം ഗഗനാകാരം സാഗരം സാഗരോപമ രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ എന്ന് സർവരും ഉച്ചത്തിലാണ് പറഞ്ഞത്. ഈ യുദ്ധത്തിന് സമാനമായി മറ്റൊരു യുദ്ധം ഈ ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കുകയുമില്ല. ആ യുദ്ധത്തെ ഉപമിക്കാൻ മറ്റൊരു വാക്കും ലഭിക്കുന്നില്ല. ആകെ രാമരാവണ യുദ്ധത്തെ ഉപമിച്ചുകൊണ്ട് വാൽമീകി മഹർഷി നമ്മളോട് പറഞ്ഞു, ഗഗനം ഗഗനാകാരം. ആകാശത്തിനോട് തുല്യമായിട്ട് ഈ ലോകത്തിൽ ആകാശം മാത്രമേയുള്ളൂ. ആകാശത്തിന് തുല്യമായി മറ്റൊന്നില്ല. സാഗരം സാഗരോപമ. സമുദ്രത്തിന് സദൃശ്യമായിട്ട് ഈ ലോകത്തിൽ സമുദ്രം മാത്രമേയുള്ളൂ. സമുദ്രത്തിന് മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. ഇതുപോലെയാണ് രാമരാവണ യുദ്ധത്തിനോട് സാമ്യം രാമരാവണ യുദ്ധം മാത്രം. ഈ യുദ്ധത്തിന് തത്തുല്യമായി ഈ ലോകത്തിന് ഈ ഒരു യുദ്ധം നടന്നിട്ടില്ല. ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവർ ആ യുദ്ധം നോക്കി നിന്നു. മഹാബാഹുവും അനശ്വര യശസ്വിയുമായ ശ്രീരാമചന്ദ്രന്റെ ബാണം ശ്രീമത്തായതും ദീപ്തകുണ്ടലങ്ങളാർന്നതുമായ രാവണ ശിരസ് പെട്ടെന്ന്
പെട്ടെന്ന് താഴെ വീഴ്ത്തി. 3 ലോകത്തിലുള്ളവർ ഊഴിയിലേക്ക് വീണ തല കണ്ടു. പെട്ടെന്ന് അത്ഭുതജനകമായ മട്ടിൽ രാവണന് യഥാപൂർവം ഇതാ അവിടെ മറ്റൊരു ശിരസ്സുണ്ടായിരിക്കുന്നു. എന്തും അതിവേഗം ചെയ്യാൻ കഴിവുള്ള രാമൻ ആ ഉയർന്നു വന്ന തലയും അറുത്തിട്ടു. പക്ഷേ തൽസ്ഥാനത്ത് വീണ്ടും കേടില്ലാതെ മറ്റൊരു ശിരസ് നിൽക്കുന്നു. വജ്രതുല്യ ശരം വീണ്ടും ആ ശിരസിനെയും വീഴ്ത്തി. അങ്ങനെ 101 പ്രാവശ്യം ശിരസറുത്തിട്ടും രാവണ ശിരസ് പൂർവമായി തന്നെ നിലനിൽക്കുന്നു. ഇത് കണ്ട ശ്രീരാമൻ ദശാനന നിഗ്രഹത്തിന് മറ്റൊരു തീരുമാനവും മനസ്സിൽ വരാതെ അങ്ങനെ ചിന്തയോടുകൂടി നിന്നു. ഉടനെ തന്നെ രാമന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നു. ഏതൊരസ്ത്രം കൊണ്ടാണോ മാരീചനെ ഞാൻ വധിച്ചത്, ഏതൊരസ്ത്രം കൊണ്ടാണ് ഖരദൂഷണാദ്രി ത്രിശിരസുകളെ ഞാൻ വധിച്ചത്, ഏതൊരു അസ്ത്രം കൊണ്ടാണ് വിരാധനെ ഞാൻ വധിച്ചത്, ഏതൊരസ്ത്രം കൊണ്ടാണ് കബന്ധനെ വധിച്ചത്, ആ അസ്ത്രമാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. ഏതൊരു യുദ്ധത്തിലും പരിപൂർണമായി വിശ്വസിക്കാവുന്നതാണ് ഈ അസ്ത്രങ്ങളെല്ലാം. പക്ഷേ ഈ അസ്ത്രങ്ങൾ രാവണനിൽ മാത്രം ഫലിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രീരാമൻ ചിന്തയിലാണ്ടു. വീണ്ടും ഏറ്റവും കരുതലോടെ രാവണന്റെ ഉരസിലേക്ക് ശരമാരി തൂകി. പൊറുതിമുട്ടിയ രാവണൻ ഗദകൾ, തൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഓരോന്നും പൊഴിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെ വലയ്ക്കുവാൻ തുടങ്ങി. രോമാഞ്ചജനകമായ പോര് വീണ്ടും വീണ്ടും പൂർവാധികം ഉഗ്രമായി. ഗഗനത്തിലും ഭൂമിയിലും മഹാഗിരി ശിഖരങ്ങളിലും യക്ഷന്മാർ, ദേവന്മാർ, അസുരന്മാർ, പിശാചുക്കൾ എന്നിവരെല്ലാം ഈ അതുല്യമായ യുദ്ധം രാവും പകലുമെന്നല്ല, ഒരു മുഹൂർത്ത സമയം പോലും, ഒരു ഞൊടിയിട പോലും വിരമിക്കാതെ എല്ലാവരും ഈ യുദ്ധത്തെ നോക്കി നിന്നു. കണ്ണുകളൊന്ന് ചലിപ്പിക്കാതെ യുദ്ധത്തെ മാത്രം നോക്കി നിന്നു. ദശരഥ നന്ദനനും പൗലസ്ത്യ നന്ദനനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ ശ്രീരാമദേവന് ജയനില കാണാതായപ്പോൾ ദേവേന്ദ്ര സാരഥിയായ മഹാത്മാവായ മാതലി രാമനോട് പറഞ്ഞു, അല്ലയോ പ്രഭോ, ഒന്നും അറിയാത്തവനെ പോലെ എന്താണ് അങ്ങ് ഈ ചെയ്യുന്നത്? അല്ലയോ വീര, ഈ യുദ്ധത്തിൽ രാവണനെ വധിക്കണമെങ്കിൽ ബ്രഹ്മാസ്ത്രത്തെ അയക്കണമെന്ന് അങ്ങേക്ക് അറിയാഞ്ഞിട്ടാണോ? അത് ദേവന്മാർ പോലും എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങ് ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിക്കാത്തത്? വളരെ വേഗം ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിക്കൂ. മാതലിയുടെ വാക്കുകൾ എല്ലാം ഓർമ്മയിൽ വന്ന രഘുരാമൻ ചീറ്റുന്ന ഉരകത്തെ പോലെ ഉജ്ജ്വലമായൊരു ശരമെടുത്തു. ഭഗവാൻ അഗസ്ത്യ ബ്രഹ്മർഷി ഈ ദിവ്യാസ്ത്രം ശ്രീരാമചന്ദ്രന് നൽകിയതാണ്. ദേവേന്ദ്രന് വേണ്ടി പണ്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് ഈ ബാണം. ആ വൻ ബാണത്തെ, അമോഘവും ദുർജയവുമായ ബ്രഹ്മാസ്ത്രത്തെ 3 ലോകവും വിജയിക്കാൻ ദേവേന്ദ്രന് കൊടുത്തതാണ് ബ്രഹ്മദേവൻ. ആ ദിവ്യാസ്ത്രത്തിന്റെ പക്ഷങ്ങളിൽ വായുവാണ്, മുനയിൽ അഗ്നിയും ആദിത്യനും, ശരീരത്തിൽ ആകാശം, ഘനത്തിൽ മേരുമന്തരമാമലകൾ. അങ്ങനെ അത്യുജ്വലമായി സ്വർണം കെട്ടി നല്ല കടയോടുകൂടിയ സർവഭൂതങ്ങളെ ഭൂത തേജസ് കൊണ്ടും നിർമ്മിച്ച ഭാസ്കര തുല്യ തേജസാർന്ന കാലാഗ്നി പുകയുന്നത് പോലെ മിന്നിത്തിളങ്ങുന്ന പത്നിയോടുകൂടിയ ഉഗ്രനാഗം പോലെ ആന, കുതിര, രഥം, കാലാൾ എന്നിവയെ അതിവേഗത്തിൽ പിളർക്കത്തക്ക ശക്തിയുള്ളതും ഹർഷദായകവുമായി പ്രശോഭിക്കുന്നതുമായിട്ടുള്ള സാക്ഷാൽ ബ്രഹ്മാസ്ത്രത്തെ ശ്രീരാമചന്ദ്രൻ തൻ്റെ ദക്ഷിണ കരത്തിലേന്തി മഹാബാഹുവായ ആ മാനവോത്തമൻ യഥാവിധി മന്ത്രം ജപിച്ചു. വേദത്തിൽ പറഞ്ഞതുപോലെ തന്നെ മന്ത്രം ജപിച്ച് ഞാണിൽ ബ്രഹ്മാസ്ത്രത്തെ ചേർത്ത് തൊടുത്തു. ശ്രീരാമചന്ദ്രസ്വാമി ആ ദിവ്യാസ്ത്രത്തെ അകർണാന്തം വലിച്ചപ്പോൾ ദേഹികളെല്ലാം ഞെട്ടിത്തെറിച്ചു. ഭൂമി ചലിച്ചു. ഞാൻ വലിക്കാവുന്നിടത്തോളം ആക്കത്തിൽ മർമ്മഭേദിയായ ശരം കോദണ്ഡത്തിൽ നിന്ന് ഉടനെ തന്നെ പാഞ്ഞു. ദേവേന്ദ്രൻ എറിഞ്ഞ വജ്രായുധം പോലെ രാവണന്റെ മാറിൽ ആർക്കും തടുക്കാൻ കഴിയാത്ത അന്തകനെ പോലെ ദുർജയമായ രാമബാണം തറച്ചു. അതിശക്തമായ രീതിയിൽ അസാധാരണ ശക്തിയിൽ വിട്ട ആ മഹാസ്ത്രം ദുരാത്മാവായ രാവണന്റെ നെഞ്ചിനെ പിളർത്തി. രക്താഭിഷിക്തനായി ജീവനെ ദേഹത്തിൽ നിന്ന് വിടർത്തുന്ന ആ ശരം ലങ്കേശ്വരന്റെ പ്രാണനെ എടുത്ത് ഊഴിയിലേക്ക് ആഴ്ന്നുപോയി. തൻ്റെ കർത്തവ്യം ശരിക്കും നിർവഹിച്ച ആ ബാണം ശാന്തമായി തിരിച്ചു വന്ന് ദേവദേവന്റെ ആവനാഴിയിൽ സ്വസ്ഥാനത്ത് എത്തി പ്രശോഭിച്ചു. രാവണൻ മരണപ്പെട്ടിരിക്കുന്നു. രാവണന്റെ പ്രാണൻ ശരീരം വിട്ടതോടുകൂടി കയ്യിൽ നിന്ന് അമ്പും വില്ലും ഊർന്നു വീണു. രാക്ഷസേന്ദ്രനായ മഹാപ്രഭാവശാലി വജ്രമേറ്റ വൃത്രാസുരനെ പോലെ രഥത്തിൽ നിന്ന് ഭൂമിയിൽ പതിച്ചു. ബാക്കിയായി നിൽക്കുന്ന രാക്ഷസന്മാർ തമ്പുരാന്റെ നിധനം കണ്ട് പേടിച്ചരണ്ട് എല്ലായിടത്തേക്കും ഓടി മറഞ്ഞു.
ദശാനനെ വധിച്ചതും ശ്രീരാമചന്ദ്രന്റെ വിജയം, ഇത് രണ്ടും കണ്ട കപിവരന്മാർ ആനന്ദം കൊണ്ട് ഉന്മത്തരായി രാക്ഷസന്മാരെ മർദ്ദിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരൊറ്റ രാക്ഷസനും അടർക്കളത്തിൽ നിൽക്കാതെ ലങ്കാനഗരിയിലേക്ക് ഓടി ഒളിച്ചു. അനാഥരും അവശരും കണ്ണീർ പ്രവഹിക്കുന്നവരുമായിട്ടുള്ള ആ അശരണവീരന്മാർ, ആ രാക്ഷസന്മാർ സ്വഭവനങ്ങളിലേക്ക് ഓടിക്കയറി ഒളിച്ചു. അത്യാനന്ദത്തോടെ ശ്രീരാമജയവും രാവണനാശവും ഉദ്ഘോഷിച്ചുകൊണ്ട് വാനരന്മാർ ആർത്തു വിളിച്ചു. അമ്പരത്തിൽ നിന്ന് അമരന്മാരുടെ ദുന്ദുഭീനാദം മുഴങ്ങി. ദിവ്യ സുഗന്ധത്തോടെ മന്ദമാരുതൻ വീശി. ആകാശത്തിൽ നിന്ന് വർഷിച്ച പൂമഴ അഭൂതപൂർവമായിരുന്നു. മഹാപ്രഭുവിന്റെ രഥം മറയുമാറ് അഭിരാമമായ നന്ദനോദ്യാനത്തിലെ കുസുമങ്ങൾ കൊണ്ട് ആ രഥം മുഴുവൻ നിറഞ്ഞു. ഏവർക്കും ഭീതികരനും രൗദ്രനുമായ രാവണൻ ഹതനായതിൽ ദേവന്മാർക്കും ചാരണന്മാർക്കും ഉണ്ടായ ആനന്ദം അളവറ്റതായിരുന്നു. ദേവസംഘം മുഴുവൻ പ്രസന്നരായി. ദിക്കുകളെല്ലാം ഏറ്റവും തെളിഞ്ഞു. വാനിടം വെട്ടിത്തിളങ്ങി. ഭൂമി അചഞ്ചലമായി. കാറ്റ് സൗമ്യനായി. മങ്ങലെല്ലാം മാറി ആദിത്യൻ പ്രകാശിച്ചു. വിഭീഷണൻ, സുഗ്രീവൻ തുടങ്ങിയ സുഹൃത്തുക്കൾ ലക്ഷ്മണനോടൊത്ത് രാവണവധം കൊണ്ട് സന്തോഷസമേതനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ വിധിയാംവണ്ണം പുകഴ്ത്തുകയും പൂജിക്കുകയും ചെയ്തു. മഹായുദ്ധത്തിൽ സർവശത്രുക്കളെയും നിഗ്രഹിച്ച് വിജയലക്ഷ്മിയെ വരിച്ചവനും സ്ഥിരപ്രതിജ്ഞനും രഘുകുല നൃപനന്ദനുമായിട്ടുള്ള മഹാ തേജസ് ശ്രീരാമചന്ദ്രൻ സ്വസൈന്യങ്ങളാൽ ആവൃതനായി അമരഗണമധ്യത്തിലെ ദേവേന്ദ്രനെ പോലെ പ്രശോഭിച്ചുകൊണ്ട് തൻ്റെ കർമ്മം പൂർത്തീകരിച്ച് ജാജുല്യമാനനായി നിലനിൽക്കുന്ന ഈ ഒരു കഥാസന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. ഏതൊരു സത്യമാണോ ലോകത്തിൽ നിലനിൽക്കുന്നത്, ആ സത്യമിത സംഭവിച്ചിരിക്കുന്നു. അധർമ്മമൂർത്തിയായ രാവണനെ ധർമ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ വധിച്ചിരിക്കുന്നു. ലോകത്തിൽ മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രാമരാവണ യുദ്ധത്തിന്റെ സമാപനത്തിൽ ശ്രീരാമചന്ദ്രൻ വിജയിച്ചിരിക്കുന്നു. ധർമ്മം അതെന്നും വിജയിക്കുമെന്നുള്ള വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുന്ന ഈ രാമായണ കഥാമാധുരി എല്ലാ ദിനവും വായിക്കാൻ, പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.